CPIM സംസ്ഥാന സമിതിയിൽ 20ഓളം പുതുമുഖങ്ങൾ ഇന്ന് സൂചന. മന്ത്രി വീണ ജോർജ്, വി വസീഫ്, VK സനോജ്, ജെയ്ക് സി തോമസ് തുടങ്ങിയവരാണ് പരിഗണനയിൽ. PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ, AK ബാലൻ അടക്കമുള്ള നേതാക്കൾ സമിതിയിൽ നിന്ന് ഒഴിയും. സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. വിവരങ്ങളുമായി ഡി ബിനോയും വിഷ്ണു കരുണാകരനും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ ഡി ബിനോയിലേക്ക് പോകുന്നു. ബിനോയ്, ഇതുവരെയുള്ള സംസ്ഥാന സമ്മേളനങ്ങളിൽ അത്രയധികം വിഭാഗീയത അല്ലെങ്കിൽ വിഭാഗീയത ലെവലേശം പോലും ഇല്ലാത്തൊരു സമ്മേളനമായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു അഴിച്ചുപണിയോടുകൂടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമാകും എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീടുമുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ. എന്നിരുന്നാലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു അഴിച്ചുപണിയോടുകൂടി നല്ലൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയായിരിക്കും എന്ന് നമുക്ക് കരുതാം, അല്ലേ? തീർച്ചയായും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊല്ലത്തേക്ക് സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ 35ാം സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണിയാണ്. വിഭാഗീയത ലെവലേശം പോലും ഇല്ലായിരുന്ന ഒരു സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുന്നു എന്ന ഒരു സന്തോഷം കൂടി നേതാക്കന്മാർക്കുണ്ട്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ 20 പേരെ ആയിരിക്കും ഒരു പക്ഷേ സംസ്ഥാന സമിതിയിൽ പുതുതായി എത്തുന്ന പുതുമുഖങ്ങൾ. അതിൽ പ്രത്യേകിച്ചും മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ ലിസ്റ്റുകൾ ഉൾപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു വലിയ അഴിച്ചുപണി ഉണ്ടാകുന്ന പതിവില്ല. 1-2 പേര് മാത്രം മാറ്റുന്ന പതിവാണുള്ളത്. ഇവിടെ ഉള്ള ഒരു പ്രധാന പ്രശ്നം, ഈ ചില ആളുകൾ, അതായത് പ്രായപരിധി കഴിഞ്ഞ 4 പേരുണ്ട്. അതിൽ PK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ പ്രായപരിധി പൂർത്തിയായവരാണ്. അവരെ തൽക്കാലം മാറി നിൽക്കുമ്പോഴേക്കും അവിടേക്ക് എത്തുന്നത് നേരത്തെ തന്നെ DYFI-യുടെയും SFI-യുടെയും ഒക്കെ തലപ്പത്ത് പ്രവർത്തിച്ച ഏറെ നാളായി തിരുവനന്തപുരത്ത് അവരവരുടെ ജില്ലകളിലും കേന്ദ്രീകരിച്ച പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാരണം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു, തുടർഭരണം പ്രതീക്ഷിക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വലിയ മാറ്റം പാർട്ടിയുടെ നേതൃത്വത്തിലും വേണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഏകദേശം 10ഓളം പുതുമുഖങ്ങൾ എത്തുന്നു. അതിൽ മന്ത്രി വീണ ജോർജിന് സാധ്യതയുണ്ട്. MLA-മാരായ M നൌഷാദ്, ഒപ്പം VT മുരളി, IV സതീഷ്, അതുകൂടാതെ DYFI നേതാക്കന്മാരായ സനോജ്, അതുപോലെ തന്നെ ജെയ്ക് തോമസ് തുടങ്ങിയവരെല്ലാം തന്നെ ഒരു പക്ഷേ സംസ്ഥാന സമിതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് 1 മണിയോടുകൂടി തന്നെ ഇതിന്റെ പട്ടിക പുറത്തുവിടും. കാരണം ഇന്നലെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോയും തുടർന്ന് സെക്രട്ടേറിയറ്റ് യോഗവും രാത്രി ചേർത്തിരുന്നു. അതിനുശേഷമാണ് ഈ സംസ്ഥാന സമിതിയിലെ അഴിച്ചുപണി സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന രേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പ്രസംഗം നടത്തുകയാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. അത്തരത്തിലൊരു തീരുമാനം വരുന്നത് തന്നെ ഒരു പക്ഷേ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന സമിതിയിൽ ഇത്രയധികം പുതുമുഖങ്ങൾ എത്തുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഒപ്പം ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കാര്യത്തിൽ ഇത് തീരുമാനം ഉണ്ടാകുമോ ഇല്ലെന്നുള്ളതാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. കാരണം സാധാരണഗതിയിൽ സംസ്ഥാന സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ സംസ്ഥാന സമിതി വീണ്ടും യോഗം ചേർന്ന് അതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സാധാരണ എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഒരുമിച്ച് തന്നെ തിരഞ്ഞെടുത്തിരുന്നു. ആ പതിവ് ഇവിടെ ആവർത്തിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വികസന നയരേഖയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം വലിയ തരത്തിൽ ചർച്ചയായതായിരുന്നു. സ്വകാര്യ സംരംഭകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നഷ്ടത്തിൽ പോകുന്ന പൊതുമേഖലാ സംരംഭങ്ങൾക്ക് ഉണർവ് സമ്മാനിക്കുക, അത്തരത്തിൽ ഉണർവ് സമ്മാനിക്കുക വഴി കേരളത്തിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക ധനസമാഹരണത്തിനുള്ള മാർഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഒപ്പം തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ഇതിന്റെ ജനങ്ങളുടെ ഇടയിലെ ഒരു സ്വീകാര്യത എത്രമാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. എന്നാൽ എല്ലാവരുടെയും ആശങ്കകൾ അകറ്റിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണിയിലേക്ക് അല്ലെങ്കിൽ ഈ നയരേഖകൾ നടപ്പിലാക്കുന്നതിലും ഒക്കെ CPM നേതൃത്വം കടക്കുക. എന്തായാലും ഏറ്റവും അധികം പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്ന ഒരു സമ്മേളനം കൂടിയാണിത് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കിപ്പോൾ വിഷ്ണു കരുണാകരനും കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഈ ഒരു നയരേഖയുടെ പുറത്ത് നടന്ന ചർച്ചയിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം ആരംഭിച്ചു, അല്ലേ? സമ്മേളന നഗരിയിലാണ്.
തീർച്ചയായിട്ടും നയരേഖയിൽ മേലുള്ള ചർച്ചയിലുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പുതിയ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന നേതൃത്വവുമെല്ലാം ഇന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുന്ന ഒരു ദിവസമാണ്. അവസാന ഘട്ടത്തിലേക്കാണ് പരിപാടികൾ പോകുന്നത്. ഇന്ന് വൈകിട്ടോടെ തന്നെ ഉച്ച കഴിയുമ്പോൾ തന്നെ ഇതിന്റെ പൊതുസമ്മേളനം ഉണ്ടാവും. ഇന്ന് പൊതുസമ്മേളനം നടക്കുന്നത് ഈ കൊല്ലം ആശ്രാമം മൈതാനത്താണ്. ഏതായാലും അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കും. വെള്ളം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നേതാക്കൾ ഒക്കെയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പൊതുസമ്മേളനത്തിൽ തന്നെ വലിയൊരു പ്രാധാന്യമുള്ളത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൂടുതലും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെയാണ്. സാധാരണഗതിയിൽ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത്തവണ സർക്കാരിനെതിരെയോ ആഭ്യന്തര വകുപ്പിനെതിരെയോ കാര്യമായ വിമർശനമൊന്നും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണ ലഭിച്ച ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ്. അതിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന് അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയിരുന്നു. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം തുടർന്ന് പോയ ഒരു സമ്മേളനം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കും. അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഏതായാലും പൊതുസമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഇവരൊക്കെയും സംസാരിക്കുന്നതാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരം തന്നെ ഈ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇന്ന് കൊടിയിറങ്ങുകയാണ്. ഏതായാലും വലിയ നയരേഖയിന്മേലുള്ള ചർച്ചയെല്ലാം നടന്നിട്ടുണ്ട്. മറുപടി മുഖ്യമന്ത്രി പറയുകയാണ്. ഏതായാലും അതിന്മേലുള്ള ഭാവി കാര്യങ്ങളടക്കം തീരുമാനിക്കുന്നത് പിന്നീടായിരിക്കും. ഏതായാലും CPM-ന്റെ ഒരു നിലപാട് കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള നിലപാടടക്കം വ്യക്തമാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സമ്മേളനം തന്നെയാണ്. നിരവധി ആളുകളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. ഏതായാലും അടുത്ത പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടവരുടെ ആരൊക്കെയാണെന്നുള്ള തീരുമാനം കൂടി ഈ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. കാളിദാസൻ. വിഷ്ണു, പാർട്ടിയുടെ CPIM പാർട്ടിയുടെ നയങ്ങൾ, പല നയങ്ങളുടെയും മാറ്റങ്ങൾക്ക് കൂടി തുടക്കമിട്ട ഒരു സമ്മേളനം കൂടിയാണ്. ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിന്റെ അവസാന ദിവസത്തേക്ക് കടക്കുമ്പോൾ, സമാപന സമ്മേളനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ തന്നെ വലിയ രീതിയിലൊരു കുതിപ്പ് തന്നെയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ പാർട്ടി അടക്കം പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ കൂടി നമുക്ക് പറയാമല്ലേ? തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് CPM കാണുന്നത്. CPM-ന്റെ ഒരു നയരേഖയിലടക്കം വലിയ കാര്യങ്ങൾ, അതായത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു കണക്കുകൂട്ടൽ, പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. ഈ ചർച്ചയും അതോടൊപ്പം തന്നെ നേതാക്കളുടെ അഭിപ്രായം ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടെ തന്നെ കണക്കിലെടുക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ, ഇനി വരാനിരിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിനുള്ള ഒരു തയ്യാറെടുപ്പുകളെല്ലാം ഇന്ന് ഈ സമ്മേളനത്തിൽ തന്നെ ഉണ്ടാകും. ഏതായാലും സംസ്ഥാന സമ്മേളനം വലിയ രീതിയിലുള്ള ഒരു വിജയമായി മാറി എന്ന് വേണം പറയേണ്ടത്. ഏതായാലും സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. അവസാന ദിവസം തന്നെ പൊതുസമ്മേളനം ഉണ്ടാകും. വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുസമ്മേളനം ഉണ്ടാകുന്നത്. അത് കൊല്ലം ആശ്രാമം മൈതാനത്ത് തന്നെയാണ് നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൊല്ലം ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ നേതാക്കളടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന സെക്രട്ടറി ഒക്കെയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറയുകയാണ്. ഇനി വൈകിട്ടോടെ തന്നെ ഈ പാർട്ടി സമ്മേളനം അവസാനിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ കേരളം മുന്നോട്ട് ഇനി എങ്ങനെ പോകണം എന്ന പാർട്ടിയുടെ ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനം തന്നെയാണിത്. കാളിദാസൻ. ശരി വിഷ്ണു, നവകേരള നയരേഖയുടെ ചർച്ചയിന്മേൽ മുഖ്യമന്ത്രി മറുപടി പറയുകയാണ് ഈ ഒരു നിമിഷം. വിഷ്ണു കരുണാകരനും D ബിനോയിയുമാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മമ്പാട് പുലിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മമ്പാട് പുളിക്കൽ സ്വദേശി പൂക്കോടൻ മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത്. പുളിക്കലിൽ നിന്നും മമ്പാട്ടേക്ക് സാധനങ്ങൾ വാങ്ങാൻ ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ആക്രമണത്തിൽ മുഹമ്മദ് അലിയുടെ കാലിലും തുടയിലും പരിക്കേറ്റിട്ടുണ്ട്.